ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് എക്സാമാണ്. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. പുനഃസ്ഥാപിക്കപ്പെടുന്നതും പുനഃസ്ഥാപിക്കപ്പെടാത്തതുമായ വിഭവങ്ങൾ എന്തൊക്കെയാണ്? നോക്കാം. ഉത്തരം: ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തും ലഭ്യമാണ്. ആവർത്തിച്ചുള്ള ഉപയോഗത്തിന് ശേഷവും തീർന്നു പോകാത്ത അത്തരം വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ. ഉദാഹരണം: വെള്ളം, വായു, സൂര്യപ്രകാശം, കാറ്റ്, മണ്ണ് തുടങ്ങിയവ. മനുഷ്യരുടെ അനിയന്ത്രിതമായ ഉപയോഗം കാരണം ചില വിഭവങ്ങൾ തീർന്നു പോകുന്നു. അത്തരം വിഭവങ്ങളെ പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം: കൽക്കരി, പെട്രോളിയം, ധാതുക്കൾ തുടങ്ങിയവ. ഇനി രണ്ടാമത്തെ ചോദ്യം: അവകാശ പത്രിക എന്നാൽ എന്താണ്? ഉത്തരം: അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കാറുണ്ട്. ഇതിനായി ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക മൗലികാവകാശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് മനുഷ്യാവകാശങ്ങൾ? മൂന്നാമത്തെ ചോദ്യം: എന്താണ് മനുഷ്യാവകാശങ്ങൾ? മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ: ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക ജീവിതത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇനി നമുക്ക് ഉത്തരം നോക്കാം. ഗോത്രവർഗത്തിൽപ്പെടുന്നവർ പൊതുവെ മലയോരങ്ങളിലോ വനങ്ങളിലോ കുന്നിൻ മുകളിലോ ഒറ്റപ്പെട്ടു കിടക്കുന്ന താഴ്വാരങ്ങളിലോ ആണ് താമസിക്കുന്നത്. ഓരോ ഗോത്ര സമൂഹവും ഒരിടത്ത് കൂട്ടമായി ജീവിക്കുന്നു. മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വേറിട്ട ജീവിതമാണ് അവർ നയിക്കുന്നത്. വനവിഭവങ്ങൾ ശേഖരിച്ചും പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തുമാണ് ഗോത്ര സമൂഹങ്ങൾ ജീവിക്കുന്നത്. ഇവർക്കിടയിൽ പലരും പരമ്പരാഗത കുലത്തൊഴിലുകൾ ചെയ്യുന്നവരാണ്. ഓരോ ഗോത്ര സമൂഹത്തിനും അവരുടേതായ ഭാഷയുണ്ട്. ഇവ തനതായ ലിപികളിലല്ലാത്ത സംസാര ഭാഷയാണ്. ഗോത്ര സമൂഹം ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ അവരുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഗോത്ര സമൂഹത്തിന് തനത് കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ഗോത്ര സമൂഹത്തിന് തനതായ അധികാര സംവിധാനമുണ്ട്. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യം: എന്താണ് വിഭവ ശോഷണം? എന്താണ്? അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ്. ഓക്കെ. ഇനി 6ാമത്തെ ചോദ്യം: ഗോത്ര സമൂഹങ്ങളുടെ നാട്ടറിവുകളോ നാടൻ പാട്ടുകളോ ഐതിഹ്യങ്ങളോ മറ്റുള്ളവർക്ക് പൊതുവെ പരിചിതമല്ല. എന്തുകൊണ്ട്? ഉത്തരം: ഗോത്ര സമൂഹങ്ങൾ അവരുടെ ചരിത്രമോ അറിവുകളോ എഴുതി വയ്ക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗോത്ര സമൂഹങ്ങളുടെ നാട്ടറിവുകളോ നാടൻ പാട്ടുകളോ ഐതിഹ്യങ്ങളോ മറ്റുള്ളവർക്ക് പൊതുവെ പരിചിതമല്ല. അവരുടെ കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റങ്ങളോടാണെങ്കിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഊര് എന്നറിയപ്പെടുന്നത് എന്താണ്? അതിൻ്റെ സവിശേഷത എന്താണ്? 7ാമത്തെ ചോദ്യമാണ്. ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഊര് എന്നറിയപ്പെടുന്നു. ഓരോ ഊരിനും ഒരു നേതാവുണ്ടാകും. അദ്ദേഹത്തെ ഊരുമൂപ്പൻ എന്ന് ആദരവോടെ വിളിക്കുന്നു. ഊരിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് മൂപ്പനോ മൂപ്പനടങ്ങുന്ന മുതിർന്ന അംഗങ്ങളോ ഒരു സമിതിയോ ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യം: അമിത വിഭവചൂഷണം മനുഷ്യരുടെ നിലനിൽപ്പിൽ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ പ്രകൃതിയെ നിഷ്കരുണം ഉപദ്രവിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്ന ചിന്തയുണ്ടായി. അങ്ങനെ നിലവിൽ വന്ന നിയമങ്ങൾ എന്തെല്ലാമാണ്?
ഉത്തരം നോക്കാം. പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 48A വകുപ്പും 51AG വകുപ്പും പരിസ്ഥിതി സംരക്ഷണ നിയമം, ജലനിയമം, വനസംരക്ഷണ നിയമം, വായു നിയമം, ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് 9ാമത്തെ ചോദ്യം. എന്താണ് സുസ്ഥിര വികസനം? സുസ്ഥിര എന്താണ്? വികസനത്തിനുള്ള മാർഗങ്ങൾ നോക്കാം. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷികൾ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. വിഭവങ്ങൾ പുനഃചക്രമം ചെയ്യുക, അവയുടെ ഉപയോഗം കുറയ്ക്കുക, അവ പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ. ഇനി 10ാമത്തെ ചോദ്യം. പരമ്പരാഗത ഗ്രാമസമൂഹത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് എഴുതുക. ഉത്തരം. ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പരസ്പരം അടുത്തറിയാം. അവർ തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായിരിക്കും. ഗ്രാമീണരുടെ വേഷം ലളിതമായിരിക്കും. ജീവിത രീതികൾ സങ്കീർണമല്ല. കൃഷിയും അനുബന്ധ തൊഴിലുകളുമാണ് പരമ്പരാഗത ഗ്രാമസമൂഹങ്ങളിൽ മുഖ്യം. കൈത്തൊഴിലുകൾ, കന്നുകാലി വളർത്തൽ, കരകൗശല വസ്തുനിർമ്മാണം തുടങ്ങിയവയുടെ ഗ്രാമീണരുടെ ഉപജീവന മാർഗമാണ്. പല ഗ്രാമീണ കുടുംബങ്ങൾക്കും അവരുടേതായ കുലത്തൊഴിൽ ഉണ്ടായിരുന്നു. അയൽപക്ക ബന്ധത്തിന് ഗ്രാമം പ്രാധാന്യം നൽകുന്നു. സുഖത്തിലും ദുഃഖത്തിലും അവർ ഒത്തുചേരുന്നു. ചടങ്ങുകളിലും ഉത്സവങ്ങളിലും പൊതുവെ എല്ലാവരും പങ്കെടുക്കുന്നു. ഗ്രാമീണർ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു. ഉത്സവങ്ങൾക്ക് ഗ്രാമീണ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കൊയ്ത്തുത്സവങ്ങൾ ഗ്രാമത്തിലെ പ്രധാന ആഘോഷമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.